ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ പുന്തല വരെ പോവാണ് കേട്ടോ. കണ്ണമ്മോൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ എന്താ ഹെൽമെറ്റൊക്കെ ഇട്ട് വഴി വന്ന് നിൽക്കാതോ അച്ഛൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാം. നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വലിയ കയറ്റമാണ് കേട്ടോ ഇത്. ആ കയറ്റം ഇറങ്ങി വരുവാണ് കേട്ടോ. ഈ കയറ്റമാണ് നമ്മൾ നടന്നൊക്കെ വരുമ്പോഴത്തേക്കിനും കയറി വരാറ്. ഇപ്പം നമ്മളങ്ങനെ നടന്നൊന്നും വരാറില്ല. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഈ വലിയ കയറ്റം കയറിയായിരുന്നു വീട്ടിൽ പോകുന്നത്. ഇപ്പം പിന്നെ നമുക്കതൊക്കെ മടിയാണ്. അങ്ങനെ നമ്മുടെ ജോസ്കോടെയൊക്കെ അവിടെ എത്തിയപ്പം ഈ ഒരു ഷോപ്പിൽ കയറി കണ്ണന് ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ കയറി കണ്ണനൊരു ഷർട്ട് എടുത്തു. അവിടെ ചെറിയൊരു ഫാൻസി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഫാൻസിയിൽ കയറിയിട്ട് കണ്ണന് ബർത്ത്ഡേക്ക് തൂക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബലൂണും ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയേക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ നമ്മൾ നേരെ പുന്തലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് കണ്ണന് ഞാൻ എടുത്ത ഷർട്ട്. കുറച്ച് വലുതായിപ്പോയി, പക്ഷേ ഇൻ ചെയ്തിട്ടപ്പോഴത്തേക്കിനും അത്യാവശ്യം നന്നായിട്ട് കിടപ്പുണ്ടായിരുന്നു. അവൻ കേക്ക് മുറിക്കാനായിട്ട് ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്ത ഷർട്ടാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ അത് ഇൻ ചെയ്തായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ കൂടെ സെല്ലോ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് അങ്ങനെയാണ് സെറ്റാക്കി. പിന്നെ കുറേ ബലൂൺ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഞാൻ ബലൂണ് വാവച്ചാണ് വീർപ്പിച്ചത്. പക്ഷെ വാവച്ച് വീർപ്പിച്ചപ്പോഴത്തേക്ക് എൻ്റെ കവിള് രണ്ടും ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. പിന്നെ കണ്ണൻ പോയിട്ട് മറ്റേ കാറ്റടിക്കും, നമ്മൾ സൈക്കിളിനൊക്കെ കാറ്റടിക്കത്തില്ലേ, ആ ഒരു പമ്പ് എടുത്തുകൊണ്ട് വന്ന് പിന്നെ പമ്പ് വെച്ചിട്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്ന ബലൂണൊക്കെ വീർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞ് ബലൂണൊക്കെ വീർപ്പിച്ച് ബലൂണ് അവിടെ ഇരുന്നപ്പോഴത്തേക്കിനും തന്നെ അങ്ങ് പൊട്ടിത്തെറിക്കുമായിരുന്നു കേട്ടോ. ചൂടിൻ്റെയൊക്കെ ആയിരിക്കും. ഇതൊക്കെ ഫുള്ള് ചെയ്തത് അച്ഛനാണ് കേട്ടോ. ഞങ്ങൾ വീർപ്പിച്ച് കൊടുത്തതേ ഉള്ളൂ. പിന്നെ അതാ നടുക്കിട്ടേക്കുന്ന നെറ്റിപ്പട്ടം കണ്ടോ, അത് അച്ഛൻ വീട്ടിൽ നിന്നേ എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ കുറച്ച് നേരം വത്സാമയായിട്ട് ഇങ്ങനെ മൽപ്പിടുത്തം നടത്തി കേട്ടോ. വത്സാമയ്ക്ക് ഇങ്ങനെ പിടിക്കുന്നതൊക്കെ ഭയങ്കര ഒരു എന്താ ഇക്കിള് പോലെ സംഭവമാണ്. അങ്ങനെ പിന്നെ നമ്മളവിടെ എണ്ണിച്ച് നേരെ കേക്ക് മുറിക്കാനായിട്ടാണ് കേട്ടോ പോയത്. കണ്ണന് കേക്ക് മുറിപ്പിച്ചത് വലിയ മാമനും മോൻചാച്ചനും കൂടെയാണ് കേട്ടോ. വലിയ മാമനെന്ന് പറഞ്ഞാൽ അമ്മയുടെ ചേട്ടനാണ്. അപ്പോൾ അവർ മൂന്നും കൂടാണ് കേക്കൊക്കെ മുറിച്ചത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഷുഗർ ഉള്ളവരൊക്കെ കുറച്ച് എന്നാ കൊടു അത് കഴിഞ്ഞ് കട്ട് ചെയ്യാം. ചെല്ല്. അപ്പൊ വരുമ്പോ ഒരു ഫോട്ടോ എടുത്താൽ കൊടുക്കണം. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് കണ്ണൻ പ്ലേറ്റിൽ കേക്ക് കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് എല്ലാവർക്കും ഓരോ പീസ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. മോൻചാച്ചനാണെങ്കിലും ചെറുതായിട്ട് ഷുഗറൊക്കെ ഉണ്ട്. എന്നിട്ടും ഇരുന്ന് കേക്ക് നല്ലപോലെ മിളുക്കാന്ന് മിണുങ്ങുന്നുണ്ട്. ഞാനും കുറച്ച് മിണുങ്ങി കേട്ടോ. പൊതുവേ എനിക്ക് മധുരം ഇതുപോലെ ക്രീം കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കണ്ടാൽ വിടാത്ത ആളാണ്. പക്ഷേ ഇന്നെന്തോ ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. ഉച്ച സമയമായിരുന്നല്ലോ, ഫുഡ് കഴിക്കേണ്ട സമയമായിരുന്നു. ഇപ്പം തന്നെ സമയം ഒരു 1:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡിനോടുള്ളൊരു സമയമായതുകൊണ്ട് എനിക്ക് വലുതായിട്ട് കേക്ക് കഴിക്കാൻ തോന്നിയില്ല. ഞാൻ കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കണ്ണന്താ മാമിക്കൊക്കെ കൊണ്ട് കൊടുക്കുവാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും വലിയച്ചാച്ചൻ വന്ന്. കണ്ണൻ കേക്ക് മുറിച്ച സമയത്ത് വലിയച്ചാച്ചൻ അവിടെ ഇല്ലായിരുന്നു. ഇത് കണ്ണൻ്റെ അപ്പൂപ്പനാണ് കേട്ടോ, അമ്മയുടെ അച്ഛൻ, അതായത് എൻ്റെ വല്യമ്മയുടെ ഭർത്താവ്, അതായത് എൻ്റെ വലിയച്ചാച്ചൻ.
അപ്പോൾ വലിയച്ചാച്ചൻ വന്നപ്പോഴത്തേക്കിനും കണ്ണൻ കേക്കൊക്കെ മുറിച്ച് വലിയച്ചാച്ചനും കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ ചെറിയൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അച്ഛൻ വീട്ടിൽ നിന്ന് മൈക്കൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അച്ഛൻ്റെ ചെറിയ പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഞാൻ ഫുള്ളേ കാണിക്കുന്നില്ല, കാരണം വേറൊന്നുമല്ല, കോപ്പി റൈറ്റിങ് വരുമല്ലോ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ പാട്ട് ഫുള്ളേ കാണിക്കാത്തത്. നല്ല നാള് പിറന്നാള് കുഞ്ഞി വെച്ചതാരാണി പിന്നേരിപ്പം തലപ്പാവ് പാട്ടെഴുതിയ നിരക്കഴക്കണ്ണിൽ നീരോ ചൊല്ലുകിളി വിഷുക്കണി തന്നിക്കിളി നിറ 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 വല്ല നിറ ചൊല്ലുകിളി വിഷുക്കണി തന്നിക്കിളി തുമ്പിലകൾ കൊണ്ടു നീ കുമ്പിടുകൾ തുന്നുമോ നാത്തോറും മാറ്റേറും ഈയോവൽ പെണ്ണിന്റെ യൗവനവും പ്രയോഗം പൊതിഞ്ഞൊരു വാഴ്ത്തെഴുതിയ നിരക്കണക്കണ്ണിൽ നീയോ. അങ്ങനെ ഗാനമേളയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി കേട്ടോ. ഫ്രൈഡ് റൈസ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുവാണ്. ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ചുമ്മാ വീടിൻ്റെ ബാക്കിലോട്ടൊന്ന് പോവാണ് കേട്ടോ. ഈ ബാക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വേണ്ടേ ഒരു പരുന്തിനെ കാണിച്ചു തരാം. ഇത് കണ്ണനൊക്കെ വളർത്തുന്ന പരുന്താണ് കേട്ടോ. അയ്യോ ഇതേ കണ്ടോ, ഇത് കണ്ണനൊക്കെ വളർത്തുന്ന പരുന്താണേ. ഹായ്. പിന്നെ കോഴിയുണ്ട്, പിന്നെ ഇതാരാ, ദേ കോഴിയുണ്ട്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഇവിടെ എൻ്റെ കുഞ്ഞിലേ കേട്ടോ, കുഞ്ഞിലെ ആണെങ്കിൽ ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നേ. എൻ്റെ കുഞ്ഞുനാളിൽ ഇവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം കൂടെ എന്തോ ആരുടെയോ 28 കെട്ടായിരുന്നു. എനിക്ക് ആശേച്ചിയുടെ മൂത്ത മോള് കുക്കുവിൻ്റെ 28 കെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതുപോലെ ഞങ്ങളെല്ലാവരും കൂടെ പട്ടി എടുത്തോട്ട് പോയി. അവിടെ നിന്നിട്ട് ഞാൻ തൊടുത്തുന്ന പട്ടിയുടെ മൂക്കിൽ ഈർക്കലിട്ട് കുത്തി. അങ്ങനെ എന്നെ പട്ടി കടിച്ചു ഗൈസ്. അങ്ങനെ പോയി കുത്തിവെപ്പൊക്കെ എടുത്ത് ഇതാ കണ്ടില്ലേ, ബാക്കിൽ ഫുള്ള് നല്ല സ്ഥലമാണ്. നമ്മുടെ അവിടുത്തെ പോലല്ല, നമ്മുടെ അവിടെ ഫുള്ള് റബ്ബർ. ഇവിടെ അങ്ങനല്ല. ഇവിടെ അവിടെ വാഴ ഒന്ന് കാണാൻ പറ്റുന്നോ എനിക്കറിയത്തില്ല. അവിടെ കണ്ടോ വാഴ നട്ടിട്ടുണ്ട് വലിയ ചാച്ചൻ. ഇവിടെയൊക്കെ വന്നിരിക്കാൻ നല്ല ഇതായിട്ടോ, തണൽ. ഇപ്പം ഞാൻ നിന്നടുത്തല്ല, അല്ലാണ്ട് ഇവിടെയൊക്കെ നല്ല തണലുണ്ട്. ഇവിടെയൊക്കെ കസാര ഇട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല രസം. അപ്പം ഞാൻ ചുമ്മാ അവിടെ ഇരുന്നപ്പോഴത്തേക്കിനും ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാ ഇവിടേക്ക് ഒന്ന് കാണാൻ. പക്ഷേ ഇവിടെ നേരത്തെ പോലെയല്ല കേട്ടോ, ഒരുപാട് മാറി. ഇവിടെ പിന്നെ ഒരു ഉറിഞ്ചി തിന്നുന്ന മാങ്ങയുണ്ട്. അതിൻ്റെ സീസൺ അല്ലല്ലേ ഇപ്പം. പണ്ടത്തെ പോലെയല്ല, പണ്ട് നിന്നും ഇവിടെ നിന്ന് ഒത്തിരി മാറി. പിന്നെ ഇതേ കണ്ടോ, ഇതൊക്കെ വത്സമ്മയുടെ സാധനങ്ങളാണ് കേട്ടോ. മുളക്, കറുത്ത മുളക് നല്ല ഗ്യാസുണ്ട്. പിന്നെ വേറൊന്നും ഇല്ല ഇവിടെ ഗൈസ്. ഞാൻ എന്തൊക്കെയോ ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് പോയതാണ്. ഇനി കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകും. പോവാനിറങ്ങി ഹെൽമെറ്റ് മറന്നു ഗൈസ്. ടാറ്റാ. ക്രിസ്മസിന് പരീക്ഷ കഴിയുമ്പോൾ വിളിക്കണേ.
ഈ ഒരു കുണുക്കൂസ് വഴി കൂടാണ് കേട്ടോ ഞങ്ങൾ വരുന്നത്. അങ്ങോട്ട് പോയത് ഈ ഒരു വഴി കൂടെ ആയിരുന്നു. എങ്ങാനും അങ്ങോട്ട് ചരിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്ക്. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനായതുകൊണ്ട് അച്ഛൻ റോഡിൽ കൂടെയും പെയ്യാ പോവാറ്. എനിക്ക് അച്ഛൻ്റെ കൂടെ പോകാനാണ് കേട്ടോ ഇഷ്ടം. സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അതിപ്പോൾ ബസ്സിലാണെങ്കിലും ഓട്ടോയിലാണെങ്കിലും കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ അതാ ഈ ഒരു പാലം കണ്ടോ, അങ്ങ് അപ്പുറത്തോട്ട് നമ്മൾ ആ പാലം കടന്നായിരുന്നു പൊക്കോണ്ടിരുന്നത്. ഞാൻ ഡിഗ്രിയൊക്കെ പഠിച്ചത് ഇവിടെ നിന്നാണ് കേട്ടോ. NSS കോളേജിലായിരുന്നു ഞാൻ ഡിഗ്രി പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ജാതിക്കാത്തോട്ടം ജാതി നിന്റെ നോട്ടം എൻ്റെ നെഞ്ചിൽ അമ്പ് കയറണം. ഞാനിപ്പോൾ ഈ കാണിച്ചത് ഫുള്ള് ജാതിമരത്തിൻ്റെ തോട്ടമാണ് കേട്ടോ. അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു പാട്ട് ഓർമ്മ വന്ന്, അതാണ് ഞാൻ പാടിയത്. പിന്നെ ഇതാണ് നമ്മുടെ ഷാർങ്ങക്കാവ് അമ്പലം. ഷാർങ്ങക്കാവ് അമ്പലത്തിൻ്റെ മൈതാനമാണ് കേട്ടോ ഇത്. ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നത് വിഷുവിന് ഏറ്റവും വലിയ ഉത്സവം, തേരും കുതിരയും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വലിയ ഉത്സവം നടക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഇത്. അതായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ കൂടെയൊക്കെ പാസ് ചെയ്തു. പിന്നെ ഇത് നമ്മുടെ നൂറനാട് CBMHS സ്കൂളാണ് കേട്ടോ. ഞാൻ 5 മുതൽ 10 വരെ ഇവിടാണ് പഠിച്ചത്. പക്ഷേ അന്ന് പഠിച്ചതിനേക്കാളും ഒക്കെ ഒരുപാട് മാറി. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ മിട്ടുവാണെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞ് പിന്നെ എൻ്റെ അടുത്തൊന്നും മാറുന്നേ ഉണ്ടായിരുന്നില്ല. എൻ്റെ ചുറ്റും കിടന്ന് കരയായിരുന്നു. അപ്പോൾ ഫൈനലി നമ്മൾ വീട്ടിലെത്തി ഗൈസ്. ഇനി ഭയങ്കര ക്ഷീണമാണ്. ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.